വെൽക്കം ബാക്ക് ടു ലേണിനു. നിരവധി അവസരങ്ങളുമായി ISROയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് ഓഫ് സയന്റിസ്റ്റ്, എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ ബി, ഡ്രാഫ്റ്റ്സ്മാൻ ബി, കുക്ക്, ഫയർമാൻ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ തുടങ്ങിയ ഡിസിപ്ലിനുകളിലേക്കാണ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതില് ആർക്കൊക്കെയാണ് ഇതില് ഓരോ പോസ്റ്റുകളും എലിജിബിൾ, ആർക്കൊക്കെ എക്സാം എഴുതാം എന്ന് വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് എലിജിബിൾ ആയവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ ഇത് ആക്ച്വലി URSC ആൻഡ് ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ബാംഗ്ലൂർ ആണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്കുള്ളതാണ്. അതിൽ ഫസ്റ്റ് ഡിസിപ്ലിൻ വരുന്നത് മെക്കട്രോണിക്സിലേക്കാണ്. രണ്ട് പോസ്റ്റ് ആണ് ഉള്ളത്. അത് അൺറിസർവ്ഡ് ആണ്. ഇതില് ME, MTech or equivalent in mechatronics with an aggregate minimum of 60% of CGPA. So മെക്കട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റില് ME, MTech ഒക്കെ കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതില് നമുക്ക് റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ആൻഡ് ഇന്റർവ്യൂ, കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇക്വാലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് മെക്കട്രോണിക്സ് ആണ് ഉള്ളത്. ഇനി രണ്ടാമത്തത് മെറ്റീരിയൽ സയൻസിലാണ്. മെറ്റീരിയൽ സയൻസ് അഗെയിൻ ME, MTech, MSc or equivalent post graduate degree in material engineering, material science, metallurgy engineering, metallurgical and material engineering, polymer science and technology, specialization first class with aggregate minimum of 60%. പിന്നെ അതിനുശേഷം ഏതൊക്കെ ഇക്വാലന്റ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് അത് നോക്കി എലിജിബിൾ ആയവർക്ക് അപ്ലൈ ചെയ്യാം. മെറ്റീരിയൽ സയൻസ് ആണ് നമുക്ക് രണ്ടാമത്തെ ഫീൽഡ് വരുന്നത്. അഗെയിൻ ഇതിനകത്ത് ഒരു പോസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് രണ്ട് സയൻസ് ഫീൽഡുകളിലേക്കാണ്, മാത്സും ഫിസിക്സും. ഒബിയസ്ലി MSc അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കാണ് ഈ സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഓരോ വേക്കൻസി വെച്ചിട്ടാണ് വരുന്നത്. MSc മാത്സിലും അതേപോലെ തന്നെ MSc ഫിസിക്സ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു 4 ഫീൽഡിലേക്കാണ് ആക്ച്വലി വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ടെക്നീഷ്യൻ ബി പോസ്റ്റ്. അതിൽ ഒരുപാടധികം വേക്കൻസീസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്, ടെക്നീഷ്യൻ പവർ, ഇലക്ട്രോണിക് സിസ്റ്റം, മെക്കാനിക് കൺസ്യൂമർ, ഇലക്ട്രോണിക് അപ്ലയൻസസ് മെക്കാനിക്, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്. 63 വേക്കൻസീസ് ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 63 വേക്കൻസി ആണുള്ളത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ആണ്. ഓക്കെ, ITI ആണ്. അതിനകത്ത് നമുക്ക് ഈ ഇലക്ട്രോണിക് മെക്കാനിക്, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് മെക്കാനിക്, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക് ട്രേഡ് ഫ്രം NCVT. അപ്പോ ITI കഴിഞ്ഞവർക്കാണ് ടെക്നീഷ്യൻ ബി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിൽ ഫസ്റ്റ് ഉള്ളത് നമുക്ക് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡുകളിലേക്കുള്ളതാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസിയും അതിനകത്താണ്. 63 വേക്കൻസീസ് ആണ് അതിനകത്ത് വരുന്നത്. അടുത്തത് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രീഷ്യൻ. ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രീഷ്യൻ 13 വേക്കൻസി ആണ്. അഗെയിൻ നമുക്ക് ITI ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡുകളിൽ ITI കഴിഞ്ഞവർക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി 5 വേക്കൻസി വരുന്നുണ്ട്. ഫിറ്റർ 17 വേക്കൻസി, പ്ലംബർ 3 വേക്കൻസി, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 11, ടേർണർ 2, കാർപ്പന്റർ 3, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് 2, മെഷീനിസ്റ്റ് 5, വെൽഡർ 2. അപ്പോ ഈ കറസ്പോണ്ടിങ് ഫീൽഡില് ITI ട്രേഡില് ITI കഴിഞ്ഞവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ടെക്നീഷ്യൻ ബി പോസ്റ്റ്. ഓക്കെ, അടുത്തത് നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ബി ആണ്. ഡ്രാഫ്റ്റ്സ്മാനിൽ നമുക്ക് മെക്കാനിക്കലും അതുപോലെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും ആണ്. ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ 11 വേക്കൻസിയും ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 5 വേക്കൻസിയും ആണ് വരുന്നത്. സിമിലർ ടു നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ടെക്നീഷ്യൻ ബി പോസ്റ്റിൽ കണ്ടതുപോലെ തന്നെ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ is technical assistant, diploma
കഴിഞ്ഞവർക്ക്, ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവർക്ക്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. എഗെയിൻ ഇലക്ട്രോണിക്സിന് നമുക്ക് 28 വേക്കൻസീസ് ആണ്, 28 വേക്കൻസീസ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റ് ബോർഡ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിൽ 6 വേക്കൻസി ആണ്. എഗെയിൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഇലക്ട്രിക്കൽ 5 വേക്കൻസി, ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. സിവിലിൽ 4 വേക്കൻസി ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലിൽ 12 വേക്കൻസി ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആണ് ടെക്നിക്കൽ അസിസ്റ്റന്റ്. ITI കഴിഞ്ഞവർക്കുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട ടെക്നീഷ്യൻ പോസ്റ്റ്. പിന്നെ നമ്മൾ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് MSc MTech ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റ് ആണ്. ഫൈൻ. ഇനി സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത കാറ്റഗറി, അത് മെയിൻ ആയിട്ട് സയൻസിലാണ്. അത് കെമിസ്ട്രി, ഫിസിക്സ്, ആനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ, മാത്സ്. ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആണ് സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ലൈബ്രറി അസിസ്റ്റന്റ് ഒരു വേക്കൻസി വരുന്നുണ്ട്. നെക്സ്റ്റ് കുക്ക് 4 വേക്കൻസി വരുന്നുണ്ട്. അതിന്റെ ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഫയർമാൻ നമുക്ക് 3 വേക്കൻസി വരുന്നുണ്ട്. നെക്സ്റ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ 6 വേക്കൻസീസ് വരുന്നുണ്ട്. ഹെവി വെഹിക്കിൾ ഡ്രൈവർ 2 വേക്കൻസി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഫീൽഡിലുള്ളവർക്കുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോ പോസ്റ്റ് കോഡും നമ്മൾ നോക്കുക, ഏജ് ലിമിറ്റ് നോക്കുക. സയന്റിസ്റ്റ് എഞ്ചിനീയർ, സയന്റിസ്റ്റിന് നമുക്ക് വരുന്നത് 18 to 30 ഇയേഴ്സ് വരെ വരുന്നുണ്ട്. പോസ്റ്റ് കോഡ് 1 ഉം 2 ഉം 3 ഉം 4 ഉം ആണെങ്കിൽ 18 to 28 ഇയേഴ്സ് ആണ് വരുന്നത്. അതിന്റെ പേ ലെവൽ, അതേപോലെ തന്നെ റെമ്യൂണറേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ് ഒക്കെ 18 to 35 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ടെക്നീഷ്യൻ ബി പോസ്റ്റിലേക്കും ഡ്രാഫ്റ്റ്സ്മാൻ ബി പോസ്റ്റിലേക്കും 18 to 35 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫയർമാൻ അതേപോലെ തന്നെ ഫയർമാൻ 18 to 25, കുക്ക് 18 to 35, ലൈറ്റ് വെഹിക്കിൾ ആൻഡ് ഹെവി വെഹിക്കിൾ 18 to 35. അപ്പൊ ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യാനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഉണ്ട്. ISROയുടെയും URSCയുടെയും ISTRACയുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഫെബ്രുവരി 10 മുതൽ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. മാർച്ച് 1 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോ ഓൺലൈൻ മോഡിൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണോ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അപ്ലൈ ചെയ്യണം. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതില് റീസൺ, കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്, സൈസ് എത്ര ആയിരിക്കണം എന്നുള്ളത്. അതേപോലെ സിഗ്നേച്ചർ, നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും അതേപോലെ തന്നെ എക്സ്പീരിയൻസിന്റെ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ തന്നെ സ്കാൻഡ് ഇമേജസ്, അതേപോലെ തന്നെ ഏതെങ്കിലും ഡിസബിലിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അവർക്കൊക്കെ ആയിട്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ഒക്കെ സ്കാൻഡ് കോപ്പി വേണം. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും സയന്റിസ്റ്റ്, അതേപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കൊക്കെ 250 rupees ആണ് നോൺ റീഫണ്ടബിൾ ഫീ. പക്ഷെ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 750 rupees കൊടുക്കണം. അതിൽ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത്, നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ റീഫണ്ട് കിട്ടും. പ്രോസസിംഗ് ഫീ വിൽ ബി റിഫണ്ടഡ് ഓൺലി ടു കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർ ഇൻ ദ റിട്ടൺ ടെസ്റ്റ്. പലരും അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതാൻ പോകാത്തവരുണ്ടാവും. അപ്പോൾ അപ്ലൈ ചെയ്ത് നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത്, നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഫണ്ട് കിട്ടും. 750 ഫസ്റ്റ് നമ്മൾ കൊടുക്കണം. 250 rupees ആണ് നോൺ റീഫണ്ടബിൾ ഫീ വരുന്നത്. ഇനി അതിൽ അടുത്തത് നമ്മൾ ടെക്നീഷ്യൻ ബി, ഡ്രാഫ്റ്റ്സ്മാൻ, കുക്ക്, ഫയർമാൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500 rupees നമ്മൾ പേ ചെയ്യണം. 100 rupees മാത്രമാണ് അതിന്റെ ആപ്ലിക്കേഷൻ ഫീ. ബാലൻസ് വരുന്നത് റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സെലക്ഷൻ പ്രോസസ് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് സയന്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പാർട്ട് A, പാർട്ട് B, പാർട്ട് C അങ്ങനെ 3 പാർട്ട് ആയിട്ടാണ് എക്സാം വരുന്നത്.
പാർട്ട് എ എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ ഏതാണോ അതിനകത്ത് ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 75 minutes എക്സാം, 60 മാർക്ക്. 1 മാർക്ക് കറക്റ്റ് ആൻസറിന് -1/3 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 60 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൽ 40% ഓഫ് ക്വസ്റ്റ്യൻസ് ഷാൾ ബി ബേസ്ഡ് ഓൺ BE BTech സിലബസ് ആൻഡ് 60% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം MTech സിലബസ്. ME MTech ആണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ അതിൽ 40% ചോദ്യങ്ങൾ BTech ലെവലും 60% ക്വസ്റ്റ്യൻ MTech ലെവലിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പാർട്ട് ബി എന്ന് പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ അതിൽ ടോട്ടൽ മാർക്ക് 20 മാർക്കാണ്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 15 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് ന്യൂമറിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, അങ്ങനെയുള്ള ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഇനി പാർട്ട് സി എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. 30 minutes 20 മാർക്ക്. ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് വരുന്നത്. ഇപ്പൊ സയന്റിസ്റ്റ്, എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഉള്ളതിന്റെ പാറ്റേൺ ആണ് പറഞ്ഞത്. ഇനി അതിൽ തന്നെ MSc ബേസ്ഡ് ആയിട്ടുള്ളവർക്ക് 2 പാർട്ടാണ്. പാർട്ട് എ പാർട്ട് ബി. പാർട്ട് എ ഏരിയ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ട് 90 minutes 80 മാർക്ക്, MCQ 80 ക്വസ്റ്റ്യൻസ്, 75% അവരുടെ കോർ സ്പെഷ്യലൈസേഷൻ നിന്നും 25% അലൈഡ് ഏരിയ ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. പാർട്ട് ബി എന്ന് പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ടൈപ്പ് ടെസ്റ്റ് ആണ്. 30 minutes 20 മാർക്ക്, MCQ ടൈപ്പ് മാക്സിമം 15 questions വരുന്ന രീതിയിൽ ലോജിക്കൽ റീസണിങ്, ഡയഗ്രമാറ്റിക് റീസണിങ്, അബ്സ്ട്രാക്ട് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ പെർഫോമൻസിന് അനുസരിച്ചിട്ട് റിട്ടേൺ ടെസ്റ്റിലുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്കായിരിക്കും ഇന്റർവ്യൂ വരുന്നത്. അതിൽ പാസ് ക്രൈറ്റീരിയ ഉണ്ട്. MTech-കാർക്കാണെങ്കിൽ 50% പാർട്ട് എ ബി സിയിൽ ഉണ്ടായിരിക്കണം. MSc-കാർക്കും 50% ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ടെക്നീഷ്യൻ, ബി ഡ്രാഫ്റ്റ്സ്മാൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ് 80 MCQs 1.5 മണിക്കൂർ. അതിലും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അതേപോലെ ടെക്നീഷ്യൻ, ബി ഡ്രാഫ്റ്റ്സ്മാൻ ഒക്കെ ആണെങ്കിലും 80 MCQs 1.5 മണിക്കൂറിലുള്ള എക്സാം ആയിരിക്കും വരുന്നത്. റിട്ടൺ ടെസ്റ്റ് കൂടാതെ അവർക്ക് സ്കിൽ ടെസ്റ്റും ഉണ്ടാവും. അതൊരു 100 മാർക്കിനായിരിക്കും. ക്വാളിഫൈങ് നേച്ചർ ആയിട്ടുള്ള ഒരു സ്കിൽ ടെസ്റ്റും അവർക്കുണ്ടായിരിക്കും. ഇനി അതിൽ നമുക്ക് ഒരു പാസ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അൺറിസർവ്ഡ് ആണെങ്കിൽ 32 മാർക്ക് വേണം. 80-ൽ 32 മാർക്ക് വേണം. റിസർവ്ഡുകാർക്ക് 24 മാർക്ക് വേണം. സ്കിൽ ടെസ്റ്റിലാണെങ്കിൽ 100-ൽ 50, അൺറിസർവ്ഡ്, റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 100-ൽ 40. അപ്പൊ ഇത്രയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതില് നമുക്ക് ഒരു കാര്യം, ഏജ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ ഏജ് റിലാക്സേഷൻ വരുന്ന കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിയാൽ മതി. പാർക്കെങ്കിലും ഇത് ഫുൾ ആയിട്ട് ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മൾ PDF തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കൊക്കെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ ലേണിംഗിൽ നമ്മൾ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.